മലയാളി ദമ്പതികളും സുഹൃത്തും അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലുള്ള ഹോട്ടലിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ദേവി, ഇവരുടെ ഭർത്താവ് നവീൻ, ദേവിയുടെ സുഹൃത്ത് ആര്യ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത തുടരുന്നു. കൈയിൽ ബ്ലേഡ് കൊണ്ടുള്ള മുറിവുകളുണ്ടെന്ന് ഇറ്റാനഗർ പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി ആര്യ, മൂന്നാമോട് സ്വദേശിനി ദേവി, ദേവിയുടെ ഭർത്താവും കോട്ടയം മീനടം സ്വദേശിയുമായ നവീൻ എന്നിവരെയാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവിന്റെ മകളാണ് ദേവി. ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ദേവിയുടെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലും. നവീൻ തോമസിനെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആര്യയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ മാസം 27-ാം തീയതി പോലീസിൽ പരാതി നൽകിയിരുന്നു. 26-നാണ് മൂവരും യാത്ര തിരിച്ചത്. ഇന്നുച്ചയോടെയാണ് അരുണാചൽ പ്രദേശ് പോലീസ് 3 പേരുടെയും മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. ഹോട്ടൽ മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ഇവരുടെ മരണത്തിൽ ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനമുണ്ടോ എന്നാണ് സംശയം നിലനിൽക്കുന്നത്. ഈ രണ്ടുപേരും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നവീനാണ് ആദ്യം ബ്ലാക്ക് മാജിക്കിൽ ആകർഷ്ടനായതെന്നാണ് പോലീസിന്റെ സംശയം. ഇതിലേക്ക് പിന്നീട് ദേവിയെയും ആര്യയെയും നവീൻ ഉൾപ്പെടുത്തുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ചവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പഠനകാലത്താണ് നവീനും ദേവിയും പരിചയപ്പെടുന്നതും വിവാഹിതരാകുന്നതും. ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിൽ അധ്യാപകരായിരുന്നു. ദേവി സ്കൂൾ വിട്ട ശേഷവും സൗഹൃദം തുടർന്നു പോരുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.